പ്രധാനദാസൻ ജോലി ക്ലാസ് മുന്നോട്ട് കടന്നുവന്ന് അവനെ സ്വാഗതം ചെയ്യുക. സന്തോഷപൂർവ്വത്തിൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് പ്രധാനമായി നൽകിയൊരു ദിവസമാണ്. ഇത് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കോൺഫറൻസ് ഇവിടെ ക്രമീകരിക്കാൻ ദീർഘനാളത്തെ പ്ലാനിങ്ങോ വലിയ തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലായിരുന്നു. ചുരുങ്ങിയ ചില സമയത്തെ തയ്യാറെടുപ്പുകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമായിരുന്നു. എന്നാൽ ഇതിന് ചുക്കാൻ പിടിച്ച ഷൈജു പാസ്റ്റർ ഉള്ളിൽ ദീർഘനാളായി ഉണ്ടായിരുന്നൊരു കാര്യമായിരിക്കാം. എന്നാൽ ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത്. അതിന്റെ പിന്നില് ഞങ്ങളുടെ ആഗ്രഹമല്ല, അതിനൊക്കെ അപ്പുറമായി ദൈവിക പദ്ധതിയാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തോട് കർത്താവിന് ചിലർ സംസാരിക്കുവാനുണ്ട്. ഈ ദേശത്തോട് കർത്താവിന് ചിലർ ചെയ്തെടുക്കുവാനുണ്ട്. അത് നമ്മളെ അറിയിക്കാനും നമ്മെ ആ ഉത്തരവാദിത്തം ഫലമേൽപ്പിക്കുവാനും കൂടിയാണ് ഈ 3 ദിവസങ്ങളിൽ ഈ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ചിലർ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വാഗതം അറിയുക എന്നുള്ളതാണ്. ഞാൻ സമയം ഓൾറെഡി മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ അതിനെ മുഖവരകൾ പറഞ്ഞ് ഒരുപാട് സമയങ്ങൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ പൊന്നച്ചൻ പാസ്റ്റർ കോഴിക്കോട് നോർത്ത് പാസ്റ്റർ ഫെലോഷിപ്പിൽ സെക്രട്ടറിയായും കൂത്താളി സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസനെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇന്ന് പകല് ഈ 3 ദിവസത്തെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇത് ജീവിതത്തിനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വിനീതദാസൻ പേരാമ്പ്ര സെന്ററിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിനീതദാസൻ മാത്യു പാസ്റ്റർ അവരുകളാണ്. കർത്താവിന്റെ ദാസന് ഇന്ന് പകൽ നമ്മുടെ നിലവിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ മീറ്റിംഗിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് പകൽ നമ്മുടെ നിലവിൽ 3 ദിവസവും നമ്മുടെ നിലവിൽ ശക്തന്മാരായ ദൈവദാസന്മാർ ക്ലാസുകൾ എടുക്കുന്ന കർത്താവ് അവർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് നമ്മുടെ നിലവിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ക്ലാസുകൾ എടുക്കുവാൻ വചനം ശുശ്രൂഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിൽ കേരളത്തിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ കർത്താവിന്റെ കല ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ അഭിഷക്തനായി ദൈവകൃപയുടെ ശക്തമേറിയ വെളിപ്പെടലുകൾ കർത്താവിനാൽ ഉപയോഗപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ വലിയദാസൻ അനീഷ് തോമസ് മാസ്റ്ററാണ്. ഇന്ന് പകൽ അദ്ദേഹം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയമില്ല, എങ്കിലും ചില മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ദൈവമായ കർത്താവ് എനിക്ക് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വെച്ചുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം കർത്താവിന്റെ ദാസൻ അനീഷ് തോമസ് പാസ്റ്റർ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും കൂടി വരുവാൻ ഇവിടെ 3 ദിവസം ക്രമീകരിക്കാനും ഇതിന്റെ പിന്നിൽ നെടുന്തൂണായി നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായത് നമ്മുടെ ഷൈജു പാസ്റ്ററാണ്. പേരാമ്പ്ര IPC സഭയിലെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ മകനായിരിക്കുന്ന ഷൈജു പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു 3 ദിവസത്തെ ക്യാമ്പ് ക്രമീകരിക്കാനായിട്ട്, കോൺഫറൻസ് ക്രമീകരിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ടീമും ഈ 3 ദിവസങ്ങൾ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് അദ്ദേഹത്തോടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവ് തന്നെ ഈ ദേശത്ത് മാനിച്ചത് സാക്ഷിയായി നിൽപ്പാൻ കൂടെ കർത്താവ് ഒരു അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ കോഴിക്കോട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വളരെ ഊഷ്മളമായ നിലയിൽ സ്വാഗതം ചെയ്ത പ്രിയ ജോലിമാർ സഹായിക്കട്ടെ. നമ്മെ സമയം സാധനം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ കോൺഫറൻസിൽ ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയപ്രമേശൻ, അതുപോലെ ഇന്ന് നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനായി കടന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനീഷ് കെ തോമസ്, ഈ കോൺഫറൻസ് ഇവിടെ ക്രമീകരിക്കത്തക്ക നിലയിൽ നമുക്ക് ഇതിനെല്ലാം ആവശ്യമുള്ള എല്ലാ ക്രമീകരണവും നൽകിയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷൈച്ചു, അതുപോലെ ഗായക സംഘം, ഇവിടെ പേര് പറഞ്ഞ കെ വർഗീസ് പാസ്റ്റർ, തോമസ് പാസ്റ്റർ, എല്ലാവർക്കും പന്നിയിറങ്ങിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഗായക സംഘം, ഇനി ഞാൻ പേരെടുത്ത് പറയുന്നതിന് കാരണം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അല്പം കൂടെ മുന്നോട്ട് ടൈം പോയിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്, തുടക്ക ദിവസമായതുകൊണ്ട് ഇന്ന് ഇങ്ങനൊരു ക്രമീകരണങ്ങൾക്ക് വേണ്ടി വളരെ നാളുകളായി വാസ്തവത്തിൽ പ്രിയ ഷജീവത് ഈ കാര്യം പറയുകയും ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തു. ഈ മീറ്റിംഗ് നിർവഹിക്കുന്ന ഇതിന്റെ സമയം വാസ്തവത്തിൽ എല്ലാത്തിനും പര്യാപ്തമായ ഒരു സമയത്തിലല്ലായിരുന്നു ഇതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതുകൊണ്ട് എന്തുകൊണ്ട് എങ്ങനെയായി തീരും, ആളുകൾ വരുമോ എന്നൊക്കെ ഞങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ദൈവമാണല്ലോ ഈ പ്ലാൻ ചെയ്ത് ഇതിനുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകി തന്നത്. കർത്താവിന്റെ ഹിതമായതുകൊണ്ട് ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തിരുഹിതത്തിൽ ഹൃദയത്തിലുള്ള ഒരാഗ്രഹം എന്ന നിലയിൽ ഇങ്ങനെയൊരു കോൺഫറൻസ് ക്രമീകരിച്ചു. ഇതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായ ദൈവമക്കൾ ചെയിൻ പ്രയറായൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഇത്രത്തോളം കാര്യങ്ങളെ ക്രമീകരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വിശ്വസ്തനാണ്. ദൈവം തന്റെ മക്കളുടെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 50-60 പേരെ അസുഖത്തിൽ ഫുഡിന് പറഞ്ഞപ്പോൾ ഒരു 60 പേരുടെ പേരാ പറഞ്ഞത്. 60 പേരുണ്ടാവും പറഞ്ഞു. നേരത്തെ ചെന്ന് നോക്കുമ്പോൾ 80 പേരുടെ പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം ആളുകൾ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്കായി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകൽ ഞാൻ വാക്ക് വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹീതരായ ദൈവം ശുശ്രൂഷിപ്പാൻ പ്രാപ്തരായ കർത്തൃദാസന്മാരെയാണ് ഈ കോൺഫറൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ക്ഷണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനീഷ് പാസ്റ്റർ കാരണം ഒറ്റയ്ക്കില്ലെന്നത് അദ്ദേഹം ഒരു ടീമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അദ്ദേഹത്തോടു കൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവരും കർത്തൃദാസനെ കൂടാതെ 3 പേരും കൂടെ തന്നോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഈ കൂട്ടായ്മ സംബന്ധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. എല്ലാവരും കർത്താവിന്റെ മഹത്വം കയറ്റി എന്റെ വാക്ക് ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടനത്തോന്നും അധികം സമയം എടുക്കാതെ സാധാരണ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ, പക്ഷെ ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു പോരായ്മയാണല്ലോ. ദൈവം സഹായിച്ചതിനാൽ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പം താമസ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിന് ക്രമീകരണങ്ങളൊക്കെ വരുത്തിയെങ്കിലും എല്ലാ കാര്യങ്ങളും ചെറിയ മാറ്റമൊക്കെ വരുന്നുണ്ട്. ചായ ഇടയ്ക്ക് വരും. അതുകൊണ്ട് ഒരുമിച്ച് ഇവിടെ ഇതിന്റെ അകത്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് പോയി കുടിക്കാനുള്ള അനുവാദമുണ്ട്. ഇതിന്റെ അകത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാമേ. ഈ കോൺഫറൻസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധി ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹമായ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ തീരുമാനിച്ച ഈ ത്രിദിന കോൺഫറൻസിന്റെ പ്രാരംഭ സമയം തിരുസന്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നാഥ. പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ദൂരെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ കർത്താവ് നൽകി തന്നല്ലോ. കർത്താവെ, ഈ വരുന്ന ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ കൃപയും അളവറ്റ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് കർത്താവെ, ഈ കോൺഫറൻസ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കാമെന്നതിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു നാഥ. ശുശ്രൂഷയ്ക്കായി നിയുക്തരായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെ ഓർക്കുന്നു. നീടിയവർക്കായി സ്തോത്രം. ഈ കോൺഫറൻസ് സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കായി, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. സ്വയം ടീമിനായി സ്തോത്രം. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ പകൽ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ ഈ കോൺഫറൻസിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത എല്ലാ നിലയിലും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ കർത്താവേ. ഇതിന്റെ പുറകിൽ കർത്താവേ ചുക്കാൻ പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ കർത്താവേ. നന്മകളാൽ കർത്താവ് നിറയ്ക്കുന്നോട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നോട് സ്തോത്രം. പ്രാർത്ഥനയോട് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹാർട്ട് ഓഫ് ഗോഡ് 2025 കോൺഫറൻസ്, ഈ ത്രിദിന കോൺഫറൻസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ കോൺഫറൻസ് അനുഗ്രഹമാക്കുന്നതിനായി നമ്മുടെ കരങ്ങളായി ഉയർത്തുകയെന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കാം. ഗോഡ് ബ്ലെസ് യു. ഏതൊരു ശുശ്രൂഷയും കർത്താവിന്റെ മാതൃഭാഷയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കൃത്യസമയത്ത് കാര്യങ്ങൾ തുടങ്ങണമെന്നും യാത്ര ചെയ്യണമെന്നും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്നും കൃത്യസമയത്ത് പര്യവസാനിപ്പിക്കണമെന്നുള്ള സമയത്തിന്റെ കൃത്യത നമ്മളിൽ ചിലർക്കെങ്കിലും ഇല്ലാത്ത സമയത്തിന്റെ കൃത്യതയുള്ള ഒരാളാണ് പ്രിയ എം മാത്യു പാസ്റ്റർ. അതിനെനിക്ക് പ്രത്യേകം അഭിമാനമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഈ ശുശ്രൂഷ നിർവഹിച്ചതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചായ റെഡിയാണെങ്കിൽ ചായ കുടിച്ച ശേഷം നമുക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങി പോകേണ്ടി ക്ലാസ് എടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. 11:20 ആയി. ചായ റെഡിയാണെങ്കിൽ നമുക്ക് ചായ കുടിച്ചിട്ട് ഉള്ളിൽ കയറി ഇരുന്നിട്ട് ക്ലാസ് ആരംഭിക്കാം. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു 10 മിനിറ്റിന് ശേഷം ചായ കുടിക്കാം. ഇപ്പോൾ ക്ലാസുകൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്ന് അനുഗ്രഹീതമായ നിലയിൽ ക്ലാസുകൾ നയിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് ആണ്. കർത്താവിന്റെ ദാസൻ അനീഷ് തോമസിനെ ക്ലാസുകൾ നയിക്കേണ്ടതിനായി മുൻപോട്ട് ക്ഷണിക്കുന്നു. സർവശക്തൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് തന്നെ സ്വീകരിക്കാം. എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3 ദിവസത്തെ സെമിനാറാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. അതാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദി. ഈ മീറ്റിംഗ്, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രിയ മാത്യു പാസ്റ്ററുടെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു സെമിനാർ ഇവിടെ നടത്തണമെന്ന് നാളുകളായി പ്രാർത്ഥിക്കുകയും ഇതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത പ്രിയ ദേവദാസൻ, പ്രിയ ഷൈജു ബ്രദർ, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്.
വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹമാണ് ഇതിന്റെ പുറകിൽ നിന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതെനിക്ക് വ്യക്തമായി മനസ്സിലായി. തന്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് ചെയ്യുന്ന ഒരു സെമിനാറല്ല ഇത്. തിരി കഷ്ടതയിലൂടെ, ഞെരുക്കത്തിലൂടെ താൻ പോകുമ്പോൾ അതിനിടയിൽ തനിക്ക് ദൈവം തോന്നിച്ച ഒരു ബോധ്യം, പേരാമ്പ്രയുടെ മണ്ണിൽ ഇങ്ങനൊരു സെമിനാർ വേണം, അതിനുവേണ്ടി എന്ത് ചെയ്യാം പ്രാർത്ഥിച്ചു. തനിക്ക് കിട്ടിയ വെളിപ്പാടിനോട് ഈ ദേശത്തെ ദൈവദാസന്മാർ ദൈവപൂർവ്വം സഹകരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ സെമിനാറുകൾ നടത്താൻ ഇടയായത്. സർവകൃപാലുവായ ദൈവത്തിനെല്ലാം നന്ദി അറിയിക്കുന്നു. പാസ് പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യമുണ്ടല്ലോ ഇവിടെ. ഞാനൊരു ക്ലാസ് എടുക്കാൻ തക്കവണ്ണം അത്ര പ്രാപ്തിയുള്ളവനാണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതെ, ക്ലാസ് എടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ എടുത്തിട്ടുണ്ടോ. പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ കോളിംഗ്, ഞാനൊരു പ്രവാചകൻ, ഞാനൊരു പാസ്റ്റർ എന്നാണ്. അതെ, അപ്പോ ടീച്ചർ കോള് എത്രത്തോളം എനിക്കുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാ കോൺഫറൻസുകളിൽ, ക്യാമ്പുകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശുശ്രൂഷിക്കാറുണ്ട്. അതൊരു ദേവദാസൻ ആത്മരോധത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അതൊരു പകർച്ചയുടെ മീറ്റിംഗാണ്. ആത്മശക്തിയുടെ ശുശ്രൂഷയും കർത്താവിന്റെ കൃപയാ ചെയ്യുന്നതാണ്. അതെ, എന്തായാലും സുവിശേഷീകരണവും സഭയും അതാണ് വിഷയം. അതെ, കർത്താവിനെ ഏൽപ്പിച്ച വിഷയമായിട്ട് അത് ഒത്തു വരുമോ എന്ന് എനിക്കറിയത്തില്ല. നോക്കാം, ഒത്തു വരുമോ. ഏതായാലും ഒപ്പിക്കുന്നില്ല. കർത്താവിന്റെ നിയോഗം പോലെ പോട്ടെ. ഹല്ലേലൂയ. എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അതിന്റെ 3-ഉം 4-ഉം ചേർത്ത് വായിച്ചു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറന്നിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നു. വായിക്കുന്ന ആളെ കണ്ടില്ല. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ. 6-ാമത്തെ വാക്യങ്ങൾ വായിച്ചു. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്തത് ദൈവം. എന്ന് അരുളി ചെയ്ത ദൈവം. ഓടിച്ചു വായിക്കട്ടെ. പതുക്കെ വായിച്ചാൽ മതി. എപ്പോഴാണ് ഒന്നും വേണ്ട, നിർത്തി വായിച്ചാൽ മതി. ഒന്നും വായിച്ചോ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് എന്നരുളി ചെയ്ത ദൈവം. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്
വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ തേജസ്. ആമേൻ. യേശുക്രിസ്തുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്. ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്. ആമേൻ. യേശുക്രിസ്തുവിന്റെ മുഖത്ത് യേശുവിന്റെ തേജസ് നിറഞ്ഞു നിന്നല്ല, യേശുക്രിസ്തുവിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു. ആമേൻ. പ്രൈസ് ഗോഡ്. അത് എഴുത്തുകാരൻ തെറ്റുപറ്റിയതല്ല, എഴുതിയപ്പോൾ തെറ്റിയതല്ല. കാരണം യേശുക്രിസ്തുവിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ കാരണം അതിന്റെ മുകളിലത്തെ 4ാമത്തെ വാക്യം. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. സ്വതന്ത്രം. യേശുക്രിസ്തുവിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് വരാൻ കാരണം അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. എന്നുവെച്ചാ എന്റെ പേര് അനീഷ് കെ തോമസ്, എന്റെ അപ്പന്റെ പേര് തോമസ്. അപ്പം എന്റെ അപ്പന്റെ ഏറെക്കുറെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എനിക്കുണ്ട്. അതെ. അപ്പൊ യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു തേജസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തേജസ് ദൈവത്തിന്റെ തേജസ്സാണ്. കാരണം അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ ദൈവമാണ്. ആര് ആര് സെമിനാറിന് വന്നതല്ലേ? ആര്? അപ്പൊ യേശുവിനെ കണ്ടാൽ മതി. ആരെ കാണാം? ദൈവത്തെ കാണാം. ദൈവത്തെ കാണാം. ആമേൻ പറയണം. അപ്പൊ ദൈവം, യേശുവിന്റെ കണ്ണ് ദൈവത്തിന്റെ കണ്ണ്, യേശുവിന്റെ സംസാരം ദൈവത്തിന്റെ സംസാരം, യേശുവിന്റെ മൗനം ദൈവത്തിന്റെ മൗനം, യേശുവിന്റെ നിശബ്ദത ദൈവത്തിന്റെ നിശബ്ദത. ഇന്ന് പറഞ്ഞ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിനുള്ള സകല ഭാവവും ദൈവത്തിന്റെ ഭാവവും. ആമേൻ. പ്രൈസ് ഗോഡ്. ഇനി 6ാമത്തെ വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ഒരു മിനിറ്റ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം അരുളി ചെയ്തു. ആരാ ഇരുട്ടിൽ? ആരാ വെളിച്ചത്തിൽ?
ആമേൻ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്നത് ചിലതൊന്നും ഇരുട്ടിന് വെളിവന്നു. ഏറ്റവും കൂടുതൽ ആശുപത്രി പോകുന്നവരാ രക്ഷിക്കപ്പെട്ട. ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രശ്നമാക്കുക, ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാക്കുക, ഏറ്റവും കൂടുതൽ ദൈവത്തെ ചീത്ത വിളിക്കുന്നവരാ, ഏറ്റവും കൂടുതൽ കുറുകുറുക്കുന്നവരാ, ഏറ്റവും കൂടുതൽ അസമാധാനം ജീവിക്കുന്നവരാ, ഏറ്റവും കൂടുതൽ നരകം എവിടെ? നമ്മൾ അവിടെ അല്ല പോകുന്നത്, ഇവിടെ തന്നെയാണ്. ആമേൻ, ആമേൻ. പക്ഷെ ബൈബിൾ എന്നാ പറയുന്നേ? ബൈബിൾ എന്നാ പറയുന്നേ? നീ ഇരുട്ടിലല്ല, നീ വെളിച്ചത്തിലാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഇരുട്ടിൽ കിടക്കേണ്ടവനല്ല, നീ ഇരുട്ടിൽ കിടക്കേണ്ടവനല്ല, നീ വെളിച്ചത്തിൽ പ്രകാശിക്കേണ്ടവനാ. നീ വെളിച്ചത്തിൽ പ്രകാശിക്കേണ്ടവനാ. ഇന്ന് പകൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരഭിഷേകമായി ഇന്ന് പറഞ്ഞു എഴുന്നേക്കണം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ വാക്യം കൊണ്ട് വായിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. യേശുവിന്റെ മുഖത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് യേശുവിന്റെ മുഖത്ത് വരാൻ കാരണം യേശു ദൈവത്തിന്റെ പ്രതിമ. ആമേൻ. അത് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവം നമ്മളോട് പറയുന്നു, ഇരുട്ടിൽ കിടക്കുന്ന നാം പുറത്തു വരണമെങ്കിൽ ആ വെളിച്ചത്തിന്റെ ദൈവം, ആ തേജസ്സിന്റെ ദൈവം, ആ പ്രകാശത്തിന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നാലാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ പണ്ട് നമ്മൾ എവിടെയായിരുന്നു? പണ്ട് നമ്മൾ എവിടെയായിരുന്നു? ഇരുട്ടിലായിരുന്നു. പണ്ട് നമ്മൾ എവിടെയായിരുന്നു? ഇരുട്ടിലായിരുന്നു. ഇരുട്ടിലാണെന്ന് പറയാൻ എന്താ കാരണം? കണ്ണ് കുരുടായോണ്ടാ. കണ്ണ് കാണാത്ത അവസ്ഥ എന്താ? ഇരുട്ട. അതെ, ഞാനും നിങ്ങൾ പണ്ട് ഇരുട്ടിലാണെന്ന് പറയാൻ എന്താ കാര്യം? നമ്മുടെ കണ്ണ് പണ്ട് കുരുടായിരുന്നു. ആമേൻ. ഇന്ന് നാം വെളിച്ചത്തിൽ അത് പറയാൻ കാരണം എന്താ? നമ്മുടെ കുരുട്ട് കണ്ണ് തുറന്നു. സ്തോത്രം, സ്തോത്രം. എന്താ സുവിശേഷം? എന്താ സുവിശേഷം? ഇരുട്ടിൽ കിടക്കുന്ന എന്റെ കണ്ണുകളെ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം തുറന്നതുപോലെ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കുമെന്നുള്ളതാണ് സുവിശേഷം. ആമേൻ. പണ്ട് ഞാൻ ഇരുട്ടിലായിരുന്നു, ഇന്ന് ഞാൻ വെളിച്ചത്തിലാണ്. പണ്ട് ഞാൻ അന്ധതയിലായിരുന്നു, ഇന്ന് ഞാൻ പ്രകാശത്തിലാണ്. പണ്ട് ഞാൻ മരണ അവസ്ഥയിലായിരുന്നു, ഇന്ന് ഞാൻ ജീവന്റെ അവസ്ഥയിലാണ്. പണ്ട് ഞാൻ കല്ലറയിലായിരുന്നു, ഇന്ന് ഞാൻ ഉയർപ്പിലാണ്. പണ്ട് ഞാൻ അനീതിയിലായിരുന്നു, ഇപ്പോൾ ഞാൻ നീതിയിലാണ്. പണ്ട് അസഹിഷ്ണുകളായിരുന്നു, ഇന്ന് ഞാൻ ആ സമാധാനത്തിലാണ്. ഇത് പറയാൻ തിയോളജി പഠിക്കണോ? ഇത് പറയാൻ തിയോളജി പഠിക്കണം. സുവിശേഷം എങ്ങനെ പറയാം?
മാസം 5000 രൂപ ഒരു പുതിയ കോഴ്സ്. എല്ലാവരും ഉണ്ടോ അവിടെ? എന്താണ് ഇത് വിഷയം? എന്റെ കണ്ണ് തുറന്ന ദൈവം നിന്റെയും കണ്ണ് തുറക്കും. ഇരുട്ടിലായിരുന്ന എന്നെ ദൈവം വെളിച്ചത്തിലാക്കിയതുപോലെ നിന്റെ ജീവിതവും ദൈവം വെളിച്ചത്തിലാക്കും. ഇതാണ് സുവിശേഷം. ഏതാണ് സുവിശേഷം? ഏതാണ് സുവിശേഷം? അപ്പൊ ചോദ്യം, നിന്നോടാര് പറഞ്ഞു ദൈവം എന്റെ കണ്ണു തുറക്കുമെന്ന്? നിന്നോടാര് പറഞ്ഞു എന്നെ ദൈവം വെളിച്ചത്തിലാക്കുമെന്ന്? ഉടനെ നാം നമ്മെ ചൂണ്ടിക്കാണിച്ച് പറയണം, കണ്ടോ ഇപ്പം എന്റെ കണ്ണ് തുറന്നിരിക്കുന്നു, എനിക്ക് വെളിച്ചം ലഭിച്ചിരിക്കുന്നു, എന്റെ തലമുറയ്ക്ക് വെളിച്ചം ലഭിച്ചിരിക്കുന്നു, എന്റെ വീടിന്റെ അകത്ത് വെളിച്ചം പ്രകാശിച്ചിരിക്കുന്നു. അമേൻ. നിങ്ങള് ഈ മീറ്റിങ്ങിനകത്ത് വന്ന് എഴുതി വീട്ടിൽ കൊണ്ട് മടക്കി വെച്ച് 2 മാസം കഴിയുമ്പോൾ വേസ്റ്റ് കത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റ് കത്തിക്കാൻ പേപ്പർ കിട്ടിയില്ല, പത്രം തീർന്നു പോയി. ഉടനെ വേഗത്തിൽ കത്തിക്കാൻ ഇതെടുത്തു കൊടുത്ത് വെറുതെ സമയം പാഴാക്കാതെ എഴുതുന്നത് മനസ്സിലാക്കാനും പറയുന്നത് തിരിച്ചറിയാനും സന്തോഷത്തോടെ ജീവിക്കാനും ഈ സെമിനാർ നിങ്ങൾക്കൊരു അനുഗ്രഹമാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറയാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു വചനം. ഇനി അടുത്തത് അവര് നമ്മളോട് പറയാണ്, നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടുണ്ടോ? എന്താ വിഷയം? സഭയും ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടുണ്ടോ? ആർക്കോട് കിടക്കാൻ തോന്നരുത്, വിഷമം തോന്നരുത്, മീറ്റിംഗ് കഴിയുമ്പോൾ കൊടുക്കാൻ പിടിക്കാനും വരട്ടെ. ജാതി സുവിശേഷം പറയുന്ന, സുവിശേഷം കേൾക്കുന്ന ജാതികൾ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ധൈര്യത്തോടെ പറയാൻ ആർക്ക് കഴിയുന്നുണ്ടോ സന്തോഷം. ഇനിയും ദൂത് നിങ്ങൾക്കുള്ളതാ, ഇനി ദൂതാക്കാം, ഇനി ദൂത് നിങ്ങൾക്കുള്ള ദൂതാ. എന്താ നിങ്ങൾക്കുള്ള ദൂത്? ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എവിടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇരുട്ടുണ്ടോന്ന് കണ്ടുപിടിക്കണം. അതിനെ തൂത്തു പുറത്താക്കണം, അതിനെ അടിച്ചു പുറത്താക്കണം. എന്നിട്ട് ആത്മാവ് വിളിച്ചു പറയണം, എന്റെ തലമുറ തരത്തില്ലെന്ന് പറയണം, എന്റെ കുടുംബത്തെ തരത്തില്ലെന്ന് പറയണം, എന്റെ സഭയെ തരത്തില്ലെന്ന് പറയണം, എന്റെ ഭവനത്തെ തരത്തില്ലെന്ന് പറയണം, എന്റെ കൂട്ടുകാരെ തരത്തില്ലെന്ന് പറയണം. ഇരുട്ടിന്റെ വ്യാപാരങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കണം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം കേൾക്കുന്നുണ്ടോ? ഏത് ലോകത്തിന്? അപ്പൊ ഈ ലോകത്തിലൊരു ദൈവമുണ്ട്. ഈ ലോകത്തിലൊരു ദൈവം ഉണ്ട്. ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ ദൈവമായിട്ട് ബന്ധമില്ല. ആമേൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ,
ഈ ലോകത്തിന്റെ ദൈവം അവന്റെ ജോലി കണ്ണുകളെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ശരീരത്തിന്റെ വിളക്കെന്താ? എവിടെയെല്ലാം കണ്ണടഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നീ അന്ധതയില്ല. ആമേൻ. ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ദൈവം നിന്റെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ കണ്ണുകളെ തുറക്കും. ആമേൻ. എന്റെ വിശ്വാസിയെ, എന്റെ ബന്ധക്കോസുകാരാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവവൈതലേ, ഒരിക്കൽ നിന്റെ ആ വിശ്വാസത്തിന്റെ തിമിരത്തെ ദൈവം വലിച്ചെറിഞ്ഞതാ. കുരുട്ട് കണ്ണുകളെ പൊട്ടിച്ചതാ. നിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടതാ. വഴിയാത്രയിലുള്ള പരിക്കൻ യാഥാർത്ഥ്യങ്ങളിൽ കൂട്ടുകെട്ടി കൂട്ടിനകത്ത് പെട്ട് ജീവിതത്തിനകത്ത് അബദ്ധങ്ങൾ പറ്റി നിന്റെ കണ്ണുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽ ക്ഷമ പറഞ്ഞ് ആ കണ്ണിന്റെ തിമിരങ്ങളെ ഇന്ന് പകൽ നീ ഇളക്കിക്കളയണം. ഇളക്കിക്കളയണം. സമയൊരാമെ പറഞ്ഞാത്ത് ആര് കണ്ടു തുറന്നു? ദൈവം തുറന്നായിരുന്നു. എപ്പോ തുറന്നു? രക്ഷിക്കപ്പെട്ടപ്പോ. എങ്ങനെ? വചനത്തിലൂടെ. കാലം കുറെ കഴിഞ്ഞപ്പോൾ ലോകത്തിനോട് അറിഞ്ഞോ അറിയാതെയോ നീ അനുരൂപപ്പെട്ടു. ആമേൻ. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കുടുങ്ങി, ആവശ്യമില്ലാത്ത ചാറ്റുകളിൽ കുടുങ്ങി, ആവശ്യമില്ലാത്ത പൈസ ഇടപാടുകളിൽ കുടുങ്ങി, ആവശ്യമില്ലാത്ത യാത്രകളിൽ കുടുങ്ങി, ആവശ്യമില്ലാത്ത അന്യായ ബന്ധനങ്ങളിൽ കുടുങ്ങി. കുടുങ്ങിയത് നിമിത്തം നിന്റെ കണ്ണുകളെ പിന്നെ പിശാച് അടച്ചു. Praise God. Praise God. എവിടെയാ നിന്റെ അകത്ത് പിശാച് കയറാൻ ഇടവന്നത്? എവിടെയാ അവൻ കൈവച്ചത്? എവിടെയാണ് അവകാശവാദം പറഞ്ഞതിന് വീട്ടിനകത്ത് കയറാൻ എവിടെയാണ് വഴി തുറന്നു കൊടുത്തത്? നാഴിക്ക് 40 വട്ടം ഈ കോരിന്ത് സഭയോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാത്താൻ ഇടം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. ജനം അത് കേട്ടില്ല. ഈ ജനം അത് കേട്ടില്ല. ആമേൻ. ഈ ജനം അത് കേട്ടില്ല. ഒരു ലേഖനം 1 അതിന്റെ 4 വാക്യമോളെ. 1 കൊരിന്ത്യർ ലേഖനം 1 4-ാമത്തെ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-4. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് കൃപയെ കിട്ടിയ കൃപയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സ്തോത്രം ചെയ്യാൻ പോവാ. ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് എന്ത് കൃപയാ? ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല വിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. വചനത്തിൽ സമ്പന്നത, പരിജ്ഞാനത്തിൽ സമ്പന്നത, കൃപാവരത്തിൽ സമ്പന്നത. വേദാമൃതം കേൾക്കുന്നുണ്ടോ? വേദാമൃതം കേൾക്കുന്നുണ്ടോ? വചനത്തിൽ സമ്പന്നത, കൃപാവരത്തിൽ സമ്പന്നത, ശുശ്രൂഷയിൽ സമ്പന്നത, പരിജ്ഞാനത്തിൽ സമ്പന്നത, വചനത്തിൽ സമ്പന്നത, എല്ലാത്തിനകത്തും സമ്പന്നത. ഈ സമ്പന്നത നോക്കിക്കൊണ്ട് പൗലോസ് പറയാ, നിങ്ങൾക്ക് ലഭിച്ച കൃപയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിനർത്ഥം എന്താ? ഇങ്ങനൊരു സഭയെക്കുറിച്ച് എനിക്ക് അത്ര ഈ വലിപ്പമുള്ള ഈ കൃപാവരത്തിൽ നിറകുടമായി നിറഞ്ഞു നിൽക്കുന്ന സഭ ഞാൻ കണ്ടിട്ടില്ല. അതാണ് എഴുത്തത്. അതെ, ആ കൃപ ഓർക്കുമ്പോ പൗലോസ് പറയാം, ഓർക്കുമ്പോ സ്തോത്രം ചെയ്യാൻ തോന്നും. അതേക്കാളും അടുത്ത വാക്യം വായിക്കോളെ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി.
വരവിന് കാത്തിരിക്കുക. അല്ല, നമ്മൾ ഈ വരവിന് കാത്തിരിക്കുന്നവരല്ല. പിന്നെ കാന്താ വേഗം വരാറായി പാട്ട് പാടുന്ന നമുക്കൊരു ഒരു 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 ഇളക്കമുണ്ട്. ആ ഇളക്കത്തിന്റെ കാര്യമല്ല പറഞ്ഞു. അന്നേരം നമുക്കൊരു വികാരമൊക്കെ ഉണ്ട്. അയ്യോ ഒരപ്പം വരാം, അപ്പം ഇപ്പം വരും. പാട്ട് പാടുമ്പോ നമുക്കൊരു ഇളക്കം. പിന്നെ നമ്മൾ ഈ രണ്ടാം വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞങ്ങോട്ട് നമ്മളെങ്ങോട്ടും ഒന്ന് നമ്മളെയൊന്നും എന്താ ഒരു വൈകാരിക തലത്തിലെത്തിക്കുമല്ലോ. എന്താ പളുങ്കോ നീക്കൊന്നും പറയാൻ. അപ്പൊ ഇങ്ങനെ അത് ഒഴുകുന്നു, നദി ഒഴുകുന്നു, ജീവോഷത്ത് ഇതെല്ലാം കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ യൂറോപ്പിൽ പോകുന്ന ഒരു അനുഭൂതിയാണ്. നമുക്കിതെല്ലാം കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം അന്നേരം തോന്നുന്നതല്ലാതെ, സ്തോത്രം, ജീവിതത്തിൽ എന്നും നിത്യനെ കുറിച്ച് ഓർക്കുന്ന ഒരു കൂട്ടമാണ് കോരിന്ത് സഭ. കോരിന്ത് സഭയെ കുറിച്ച് ചരിത്രം പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് നടത്താൻ വരുമോ പ്രത്യക്ഷതയ്ക്ക് കാത്തു നിൽക്കുന്നു. ആമേൻ, ആമേൻ. ഇനി 1:11 വെച്ചാൽ 1:11 സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് കേട്ടില്ല. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് എന്തുകൊണ്ടെന്ന് കൃപാവരം മാത്രമേ. പിന്നെ എന്തുകൊണ്ട്? പാവം എഴുതാൻ വന്ന ഇതൊക്കെ എങ്ങനെ എഴുതുന്നതാണ്. എഴുതി ഊപ്പാട് വരും. നിങ്ങളിടയിൽ എന്നാ ഉണ്ട്? പിണക്കമുണ്ടെന്ന്. അമ്മേ, അപ്പോഴാണ് ഈ പൗലോസിന്റെ കാര്യം പിടിക്കുന്നത്. കൃപാവരം പ്രയോഗിക്കുമ്പോഴും പിണങ്ങിയിരിക്കാവുന്നു. നിങ്ങളെ പറ്റി നിങ്ങൾ നല്ല വസിപ്പാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പോവാ. നിങ്ങളെ കുറിച്ചാണ്. പാടാം, പാട്ടു പാടാം, കീബോർഡ് വായിക്കാം, ഡ്രംസെറ്റ് അടിക്കാം, കൈ അടിക്കാം, തുള്ളാം, ഇളകി മറിയാം, 10 വട്ടം വീഴാം, എഴുന്നേക്കാം. അതുകൊണ്ട് നീ വിശുദ്ധനെന്ന് പറയാൻ കഴിയില്ല. സ്തോത്രം, സ്തോത്രം. അതാണ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചപ്പോളെ മത്തായി 6:7 വടാന്ന് വായിക്കുന്നത്. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ അതിന്റെ 5:7 വായിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന 15-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. 15-ാം വാക്യം വായിച്ചു. 15 വിളക്ക് കത്തിച്ച് ഭയങ്കര സ്പീഡാ. അതൊക്കെ വായിച്ചാൽ മതി. ടെൻഷൻ അടിക്കുകയേ വേണം. എന്നെ നോക്കിയേ ടെൻഷൻ. ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഇവരാരും ഇതില്ല. നമ്മൾ ധൈര്യത്തിൽ ആമേ. ഇനി പതുക്കെ വായിച്ചു. കുറച്ചുകൂടെ നമ്മളെ പഠിപ്പിക്കുമെന്ന് വചനം വായിക്കണം. ടേസ്റ്റോടെ നിർത്തി നല്ല രസത്തിൽ വായിച്ചു കേട്ടോ. അതൊക്കെ വായിച്ചു. വായിച്ചു. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അടുത്തത് അപ്പോഴത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. ആമേ. പക്ഷെ നമ്മൾ വിളക്ക് എവിടെ വന്ന് കത്തിക്കുന്നേ? ചർച്ചില് ചർച്ച കൊണ്ട് കത്തിക്കുക. വിളക്ക് സത്യത്തിൽ എവിടെ കത്തിക്കേണ്ടി? എടാ, വീട്ടിൽ തോറ്റവൻ എവിടെയും തോക്കും. ആമേൻ പറഞ്ഞു. സെമിനാറിൽ വന്ന ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും പറയും, പ്രവചിക്കുമ്പം ആദ്യം ഭാര്യയോട് പ്രവചിക്കണം.
ഭാര്യ തീരുമാനിക്കും പ്രവചിക്കണോ വേണ്ടായോ. പ്രസംഗിക്കുമ്പോ ആദ്യം പിള്ളേരോട് പ്രസംഗിക്കണം. പിള്ളേർ തീരുമാനിക്കും അപ്പം പ്രസംഗിക്കണോ. വീട്ടിൽ അടിനാശം വെള്ളപ്പൊക്ക. ഭാര്യ അടിക്കുന്നു, കണ്ണടിച്ചു പൊട്ടിക്കുന്നു, ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുന്നു, കിട്ടുന്ന പാത്രം എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇവിടെ വന്നിട്ട് വിശുദ്ധകാരം ഉയർത്തി ഈ ദൂത് പറഞ്ഞിട്ടും ആൾക്കാർ എഴുതുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യത്തെ സംഭവം നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോട് തന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ സന്ദർശനം നിങ്ങൾ എങ്ങനെ എഴുതുവാൻ എഴുതിച്ചത്. പാത്രം എറിഞ്ഞ് കൂട്ടിട്ട് വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം. നമ്മളെ വചനത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു? നമ്മൾ വ്യാഖ്യാനിച്ചത് ശുശ്രൂഷയെ ഉയർത്തി എന്നുള്ള വാക്യം വെച്ചത് വ്യാഖ്യാനിച്ചത്. ആമേൻ. നമ്മളത് എങ്ങനെ വ്യാഖ്യാനിച്ചു? ഓ മാമേ ദൈവം ചെയ്തു തണ്ടിന്മേൽ. ശരിയാ, നിന്ന് തത്തുക. ആ വാക്യത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ അടുത്ത വാക്യം വായിക്കണം. വായിക്കുമോളെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് പിതാവിന് മഹത്വം കൊടുക്കേണ്ടതിന് അവൻ നിങ്ങൾ സ്തോത്രം ചെയ്യുവീൻ. ഒരാമേ പറഞ്ഞാട്ട്. അങ്ങനെ നിന്റെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് വിളക്ക് തണ്ടിന്മേൽ വെളിച്ചത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇവിടെ എന്റെ നോക്കി കൈകൂപ്പി ഞാൻ കാര്യം പറയട്ടെ. ഈ സെമിനാറിനെങ്കിലും ഗുണപ്പെടട്ടെ. വഴി പറയാതെ പേരാമ്പ്രയുടെ ഘട്ട അവിടെ ശരിയാവാൻ പറ്റുന്നില്ല. ചിലർ പേരാമ്പ്ര കുറ്റം പറഞ്ഞു. പേരാമ്പ്രയുടെ ഘട്ട 25-30 വർഷം അഭിഷേകന്മാരെ നിൽക്കുക. അല്ലേ പോർല് പറ്റാതെ. ആമേ പറ. ക്രൂസൈഡിൽ പ്രസംഗിച്ച് കാണത്തില്ല. 20-25 വർഷം ഈ പോരാട്ടമുള്ള മണ്ണിൽ അല്ലേലിയ കറ വരാതെ വണ്ണം തന്റെ കുടുംബത്തെ സൂക്ഷിക്കാൻ ഈ ജനത്തിന് പറ്റിയെങ്കിൽ അവരുടെ വീട് കിടക്കുന്ന കൃപ അസാധാരണമാണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെ കൈ ചൂണ്ടി ഞാൻ പറയുക, ഈ പോരാട്ടമുള്ള മണ്ണിൽ, ഈ വ്യാപാരങ്ങളുടെ കുത്തകയുള്ള മണ്ണിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും കേടുവരാതെ നിനക്ക് സൂക്ഷിക്കാൻ ഇതുവരെ പറ്റിയെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേൽ വീണ അഭിഷേകം ചെറുതല്ല, നിന്റെ മേൽ വീണ കൃപ ചെറുതല്ല, നിന്റെ പ്രാർത്ഥന ചെറുതല്ല. ആമേൻ. ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ അഭിഷേകമാണ് നിന്റെ മേൽ വീണിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ നിന്നെ തൊട്ടില്ല, നിന്റെ 2 മക്കളെ തൊടാൻ നീ സമ്മതിച്ചില്ല, നിന്റെ കുടുംബത്തെ തൊടാൻ സമ്മതിച്ചില്ല, നിന്റെ വീട്ടുകാരെ തൊടാൻ സമ്മതിച്ചില്ല. എന്താ കാര്യമെന്നറിയാമോ? നീ അവരെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു, നീ അവരെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ഓ രാമൻ കരമുയർത്തി പറഞ്ഞാട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം നിങ്ങളെ നോക്കുന്നില്ല. നിങ്ങളുടെ വെളിച്ചം ആരുടെ മുമ്പിൽ? അവരുടെ മുമ്പിൽ. ആരുടെ മുമ്പിൽ? ദൈവത്തിനുണ്ട്. മനുഷ്യന്. ഏത് മനുഷ്യരുടെ മുമ്പിൽ? രക്ഷിക്കപ്പെടാത്തവരുടെ മുമ്പിൽ. ആമേൻ. നമ്മുടെ തനി ഗുണം അറിയണമെങ്കിൽ അയൽവക്കത്ത് തീരണം. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്. നമ്മൾ ആരാന്ന് അറിയണമെങ്കിൽ ഇന്ന് ഉച്ചയാൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല.
എന്നാലും ഞാനത് പറയാം. ഫോട്ടോ നമ്മൾ ശരിക്കും ആരാന്നറിയാം. തൊട്ടപ്പുറത്തേക്ക് അമ്മേ അവൻ 2 കല്ലെറിഞ്ഞു. പാസ് ചെയ്യുന്ന പരിശോധന നോക്കിയപ്പോ ഇവിടെ 10 കല്ലെറിഞ്ഞു. പുള്ളി ഒരു ഈത്ത വിളിച്ചു, നീ 10 ഈത്ത വിളിച്ചു. എന്റെ പ്രിയരെ, നിങ്ങള് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മോനാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബം, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം, അമ്മേ, മരണം വരെയും നിന്റെ യൗവനം തുച്ഛീകരിക്കല്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മിണ്ടാതിരിക്കുക, ദൈവം മിണ്ടും. നീ മിണ്ടാതിരിക്കും, ദൈവം മിണ്ടും. നാട്ടുകാർ എന്തും പറഞ്ഞോട്ടെ, നീ മിണ്ടാതിരിക്കും, ദൈവം നിനക്ക് വേണ്ടി മിണ്ടും. ദൈവം നിന്നെ സഹായിക്കും. ആമേൻ പറഞ്ഞോട്ടെ. നിന്നെ വീണ്ടെടുക്കാത്തവണ്ണം തള്ളിക്കളയുന്നവനല്ല എന്റെ ദൈവം. നീ എന്റെ ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഒരു പ്രവാചക ശബ്ദത്തിൽ പറയുക, നീ മിണ്ടാതിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി മിണ്ടും. അതുകൊണ്ട് ഒരു ഭക്തൻ ആത്മാവിൽ പ്രാർത്ഥിച്ചത്, എന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കത്തില്ല, പക്ഷെ നീ വാദിക്കണം, നീ വാദിക്കണം. എന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതത്തില്ല, നീ പൊരുതണം. ആമേൻ. നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് അവർ ദൈവത്തിന് മഹത്വം പറ. ആമേൻ. പക്ഷെ നമ്മൾ മഹത്വം കൊടുക്കുന്ന എവിടാ? നമ്മുടെ മഹത്വം വല്ല വായി നിന്നോ? നിങ്ങള് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞ കാര്യം, നമ്മൾ യേശുവിനെ അങ്ങ് ഉയർത്തും, തെറ്റൊന്നുമില്ല. യേശുവെ ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ഉയർത്തും. പറച്ചിൽ കേട്ടാ യേശു ഭൂമി കഴി കിടന്നാ പോകും. നിന്നെ ഉയർത്തുന്നു കേട്ടാ, നിന്നെ ഞാൻ ഉയർത്തും, സകല മഹത്വം നിനക്ക് തരുന്നു. പറച്ചിലേ ഉള്ളൂ. നിന്റെ വാഗങ്ങളുള്ള പറച്ചിലൊന്നും ദൈവത്തിന് വേണ്ട. ചുമ്മാ മഹത്വം കൊടുക്ക്. തല്ലി കിട്ടാതിരിക്കാൻ പറ്റിയ ഒരു അളവാ മഹത്വം തരുന്നു. സർവ മഹത്വം തരുന്നു. നോ 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 നോ. ദൈവാത്മ പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഏക താക്കോൽ നിന്റെ നല്ല പ്രവർത്തിയാ. സ്തോത്രം. എന്ത് രസമാ, വിളക്ക് കത്തിച്ച് വീട്ടിലുള്ളവരൊന്ന് പ്രകാശിക്കണം. അല്ലേ? ആദ്യമായി രക്ഷിക്കപ്പെടുന്ന അമ്മാമയാണോ? അമ്മാമ്മ പ്രകാശിക്കണം. അതെങ്ങനെ? ആദ്യം വെളിപ്പാട് കിട്ടിയ നമ്മൾ തന്നെ ചീത്ത തുടങ്ങും. പ്രകാശിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യമായിട്ടൊരു വീട്ടിൽ യേശുവിനെ അറിഞ്ഞവർക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ആദ്യമായിട്ടൊരു വീട്ടിൽ യേശുവിനെ അറിഞ്ഞത് ആരാണോ, നിന്റെ കയ്യിലാണ് ആ വീടിന്റെ താക്കോല് മുഴുവൻ. അല്ലെ, ഒരിക്കലും നീ ആദ്യം യേശുവിനെ കാണത്തില്ല. നീ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ആ വീട്. സ്തോത്രം. അതുകൊണ്ട് എന്തെന്നറിയാമോ? ആദ്യമായിട്ട് യേശുവിനെ കണ്ട് വെളിപ്പാട് പ്രാപിച്ചവനെതിരെ പിശാച് ലോകത്തൊന്നുമില്ലാത്ത പോരാട്ടം അഴിച്ചുവിടും. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ. പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ. അച്ഛനില്ലല്ലോ, അമ്മാവയ്ക്കില്ലല്ലോ. പറഞ്ഞേ, എടാ നിന്റെ കയ്യിലായി താക്കോല്, നിന്റെ കയ്യിലായി താക്കോല്. നീ വിചാരിച്ചത് തുറക്കും, നീ വിചാരിച്ചത് നിനക്ക് അടയ്ക്കാം. അന്യഭാഷയുള്ള ചിലവരുടെ അന്യഭാഷകളെന്ന് പറഞ്ഞേ. കമാ, അന്യഭാഷ പ്രാപിച്ചവർ ചില മിനിറ്റുകൾ അന്യഭാഷ ഉള്ളവർ അന്യഭാഷകളിൽ. നിനക്കാണ് വെളിപ്പാട് കിട്ടിയത്, നിനക്കാണ് അഭിഷേകം കിട്ടിയത്, നിനക്കാണ് വചനം പ്രാപിച്ച്, നീയാണ് ഈ വീടിന്റെ അനുഗ്രഹം. നീ എഴുന്നേറ്റ സഭ എഴുന്നേക്കും, നീ എഴുന്നേറ്റ വീട് എഴുന്നേക്കും, നീ എഴുന്നേറ്റ നിന്റെ തലമുറ എഴുന്നേക്കും, നീ എഴുന്നേറ്റ നിന്റെ വീട്ടിനകത്ത് മുഴുവൻ പ്രകാശം വീഴും. ഇരുട്ടിന്റെ ശക്തികളെ നിർവീര്യമാക്കാൻ നീ ഒരുത്തൻ മതി.
അസാധാരണമായ ദൈവശക്തിയുടെ പകർച്ച. ആരും മൗനമായിരിക്കരുത്. ആരും മൗനമായിരിക്കരുത്. ചില വീട്ടില് തലമടിച്ച് അന്യഭാഷ ഉച്ചത്തിൽ 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 ശബ്ദമുയർത്തി 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 ശബ്ദമുയർത്തി. കമോൺ 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 കമോൺ. നിന്നെ മൂടിയ വ്യാപാരം അഴിയാൻ പോവാ. നിന്നെ കെട്ടിയ കെട്ടി പൊട്ടാൻ പോവാ. നിന്നെ തളർത്തിയ തലശക്തികൾ അഴിഞ്ഞുമാറാൻ പോവാ. ഇന്ന് പകർത്തി എഴുതാൻ പോവാ. ദൈവശക്തി നിന്നെ എഴുതപ്പിക്കാൻ പോവാ. ആത്മശക്തി നിന്നെ എഴുതോ. ആരും മൗനമായിരിക്കരുത്. ആരും മൗനമായിരിക്കരുത്. പേരാമറയുടെ കെട്ടുകളെ അഴിക്കണം. പേരാമറയുടെ വണ്ടി വിടുതൽ നടക്കണം. പേരാമറയെ പിശാച് കളറാക്കണം. നിന്നെ കണ്ടേക്കുക. നിന്നെ അതിനെ കണ്ടേക്കുക. നിന്നെ അതിനെ കണ്ടേക്കുക. എനിക്കറിയത്തില്ല ദൈവാത്മ ആരോട് പ്രവചിക്കുന്നു. നിങ്ങളെ അതിനെ കണ്ടേക്കുക. ഓ നിങ്ങളെ അതിനെ കണ്ടേക്കുക. അങ്ങനെ ഒരു നിയോഗം നിന്റെ മേലുണ്ട്. അങ്ങനെ നിയോഗം നിന്റെ മേലുണ്ട്. ഇന്ന് മകൾ ദൈവാത്മാവിനോട് പ്രവചിക്കുക. അങ്ങനെ നിയോഗം നിന്റെ മേലുണ്ട്. ദേശത്തെ പിടിക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ അങ്ങനെ ഒരു ആത്മശക്തി നിന്റെ മേലുണ്ട്. നീ ഒതുങ്ങുക. നീ പേടിച്ചൊതുങ്ങുക. നിന്നെ എന്തോ ഭയപ്പെടുത്തുന്നു. ഇരുട്ടിന്റെ ശക്തികൾ കീഴടങ്ങാൻ പറ. കീഴടങ്ങാൻ പറ. കീഴടങ്ങാൻ പറ. ഓ Praise God. Praise God. Hallelujah. So നിങ്ങളുടെ വീട്ടിൽ നടുവടിച്ച് വീണതാണോ നട്ടല് പൊട്ടിയതാണോ എനിക്ക് അറിയത്തില്ല. ഈ നട്ടലുമായി ബന്ധപ്പെട്ട് വേദനിച്ചിട്ട് കുനിയാനും നിവരാനും പറ്റാത്ത തേയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കാണിക്കുക. ഒരു ഭയങ്കര ഡെലിവറൻസ് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവാ. രണ്ടാമത്തെ കാര്യം, നീ കടം മേടിച്ച് ജീവിക്കേണ്ട ആളല്ല. നിന്റെ കടക്കണിയെ കറുത്ത പൊട്ടിക്കും. നിനക്ക് വലിയ വീടിനകത്ത് സമൃദ്ധി വ്യാപരിക്കും. നിന്റെ വീടിന്റെ ചുറ്റുപാട് മത്സരങ്ങൾ താമസിക്കുന്ന ഏറിയ. പക്ഷെ കർത്താവ് നിന്നെ അവിടുന്ന് മാറ്റും. നിന്നെ വലിയൊരു ഉയർച്ച എന്ന് മാനിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോടെ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് നിന്റെ പ്രാർത്ഥന വായ അടച്ച ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് പകൽ ഞങ്ങൾ അഴിച്ചുവിടുകയാണ്. യേശുവിന്റെ നാമത്തിന് പകരനെ അഴിച്ചുവിടുകയാണ്. യേശുവിനെ നീ വാ തുറന്ന് പ്രാർത്ഥിക്കണം. വാ തുറന്ന് പ്രാർത്ഥിക്കണം. ഒരു ജനത്തെ പിടിക്കേണ്ട ആളാ. ഒരു പട്ടണത്തെ പിടിക്കേണ്ട ആളാ. നിന്റെ വീടിനകത്ത് ഒരു സുവിശേഷകനെ കാണുന്നു. നിന്റെ വീടിനകത്ത് ഒരു ദൈവവേല നിന്ന വ്യക്തിയെ ഞാൻ കാണുന്നു. അസാധാരണമായി നിന്റെ കുടുംബം എഴുതേക്കാൻ പോവാ. പ്രാർത്ഥിച്ചോ.
Praise God. Hallelujah. Hallelujah. വിളക്ക് വീട്ടിൽ കത്തണം. നീ വീട്ടിനകത്ത് ജീവിക്കാൻ പഠിക്കണം. അഭിനയിക്കാൻ പറ്റാത്ത നിന്റെ വീട്ടിൽ നന്നാവാൻ പഠിക്കണം. സ്റ്റേജിൽ അഭിനയിക്കാൻ പറ്റും, സഭാ ശുശ്രൂഷയിൽ അഭിനയിക്കാൻ പറ്റും, പ്രവാചകൻ അഭിനയിക്കാൻ പറ്റും, ഇല്ലയോ? വർഷത്തിന് അഭിനയിക്കാൻ പറ്റും, വീട്ടിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ഇനി അഥവാ അഭിനയിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ പോയി. അഭിനയിക്കാൻ പറ്റാത്ത വീട്ടിൽ ജീവിക്കാൻ പഠിക്കണം. നിന്റെ ചർച്ചിന്റെ സെക്രട്ടറി നീ നല്ലതാ എന്ന് പറയുന്നതിനേക്കാൾ നിന്റെ ഭാര്യ നിന്നെ നോക്കി പറയണം നീ നല്ലതാണ്. അതാ സാക്ഷി. ആമേൻ. അല്ല ഞായറാഴ്ച എഴുതിട്ട് കർത്താവ് കഴിഞ്ഞ ആഴ്ച നല്ലവന് വലവനായിരുന്നു, നീ പറഞ്ഞില്ലേ ഞങ്ങൾക്കറിയാം കർത്താവ് നല്ലവന് വലവനായിരുന്നു. വെറുതെ പറഞ്ഞ പുള്ളിയെ നാണം കെടുത്തി. സാക്ഷ്യം എന്തോ സാക്ഷ്യം. ഭാര്യ ഭർത്താവ് പറയണം. അമേരിക്കയിലെ ബിൽ ജോൺസ് എന്ന അഭിഷക്തൻ ഫാദേഴ്സ് ഡേക്ക് ആ പിള്ളേര് അപ്പനെ നോക്കിക്കൊണ്ട് പറയാ, എന്റെ അപ്പന്റെ സ്റ്റേജും വീടും തമ്മിൽ അകലങ്ങളില്ലെന്ന്. അതിനർത്ഥം എന്താ? അപ്പൻ വീട്ടിൽ എന്താണോ അതാണ് സ്റ്റേജ്. ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാലും നിന്റെ വീട് അനുകൂലമായി നിന്നാൽ നീ രക്ഷപ്പെടും. ലോകത്തിലുള്ള എല്ലാ സ്ത്രീയും നിനക്ക് പ്രതികൂലമായി നിന്നാലും നിന്റെ വീട്ടിൽ പാർക്കുന്ന നിന്റെ അമ്മയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞും നിനക്ക് അനുകൂലമായി നിന്നാൽ അവര് പറയണം, എന്റെ അപ്പനെ ഞങ്ങൾക്ക് അറിയാന്ന് പറയണം. വീട്ടിനകത്ത് വിളക്ക് കത്തണം. അതങ്ങനെ മൊത്തം കരിന്തിരിക്കും. ആമേൻ. സ്തോത്രം. എന്താ നിങ്ങൾ ദേവദാസന്മാരെ വിഷമം തോന്നില്ലേ? നിങ്ങളുടെയൊക്കെ മക്കളെ എന്താണ് അവരുടെ വിളിക്കനുസരിച്ച് പോയവരുണ്ട്. ഇവരെ കുറ്റപ്പെടുത്തി പറയാനല്ല. മോസ്റ്റ്ലി 90% പാസമാരുടെ മക്കൾ സുവിശേഷ വരെ താല്പര്യപ്പെടാത്ത കാര്യം അറിയാം. ഒന്ന്, ഈ പാവങ്ങളായ പാസമാർ അനുഭവിച്ച കഷ്ടത ഈ പിള്ളേർ കണ്ടു. ആമേ ആമേ. വിശ്വാസി പാസന്മാരെ പന്ത് പോലെ അടിച്ചു. ചർച്ചിലെ വിശ്വാസി പാസന്മാരെ പന്ത് പോലെ തട്ടി. ആമേ. ഈ തട്ടുന്നത് ആര് കണ്ടു? ഈ പിള്ളേർ കണ്ടു. പിള്ളേർ അപ്പനോട് ചോദിച്ചു, അപ്പ അപ്പന്റെ വിശ്വാസിയല്ലേ, അപ്പന്റെ സഭയല്ലേ? അവർക്ക് അപ്പനോടൊരു സ്നേഹമില്ലല്ലോ. അപ്പൻ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യാൻ പോവാ. ഞാൻ ചർച്ചിന്റെ പാസ്റ്റർ. അമ്മേ. പിന്നെ അടുത്തത്, ഏതൊക്കെ നേതൃത്വത്തെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവനെല്ലാം പണി കിട്ടിയിട്ടുമുണ്ട്. Praise God. Praise God. ഏറ്റവും നല്ല പാസ് ആരെന്ന് ചോദിച്ചാൽ ബിൽ ജോൺസൺ അല്ല. ഏറ്റവും നല്ല പാസ് സ്മിത്ത് വിഗ്രസ്വർത്ത് അല്ല. ഏറ്റവും നല്ല പാസ് കേബ്രിയം സാറല്ല. ഏറ്റവും നല്ല പാസ് ഞാൻ പറയുന്നു യേശു കർത്താവ്. ആമേൻ. കാരണം 5 അപ്പം 5000 കൊടുക്കാൻ ദൈവശക്തി ഉപയോഗിച്ച യേശു തനിക്ക് വിശന്നപ്പോൾ അത്തിപ്പഴം തേടി പുറപ്പെട്ടു. ആമേൻ. വേണമെങ്കിൽ തന്റെ മേൽ വീണ ശക്തി ഉപയോഗിച്ച് അപ്പം തന്നെ ആ നിമിഷം തന്നെ എത്ര വിശപ്പിനുള്ള ആഹാരം തനിക്ക് എടുക്കാം. താൻ ആ ശക്തി വെറുതെ കളഞ്ഞില്ല, താൻ നടന്നു നീങ്ങി. ആമേൻ പറഞ്ഞോട്ടെ. എനിക്കറിയാം സ്വന്തം മക്കൾ ഒട്ടിയ വയറുമായി ഇരിക്കുമ്പോൾ അപ്പുറത്തെ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ വയറ് നടക്കാൻ ഓടിയ ഒരുപാട് പാസ്റ്റർമാരെ എനിക്കറിയാം. പക്ഷെ അവരെ അനുഗ്രഹിച്ചു വിടുമ്പോൾ ഒന്നുപോലും തിരിഞ്ഞു നോക്കാതെ ഈ
ഈ നാട് വിട്ട് അനുഗ്രഹിച്ചു പോകുമ്പോൾ ഒരു വാക്ക് പോലും തിരിഞ്ഞു നോക്കാതെ നന്മ കൊടുക്കാതെ മുറിവേൽപ്പിക്കപ്പെട്ടു പോകുമ്പോൾ ഈ പാസ്റ്റർമാരുടെ വേദന കാണുമ്പോൾ തലമുറ തീരുമാനിച്ചു ഞങ്ങൾക്കിരുന്നു. ആമേൻ. ആമേൻ. അത് സങ്കടത്തോടെ ഞാൻ പറയുമ്പോഴും മറ്റൊരു സന്തോഷ വർത്തമാനം എനിക്ക് പറയാറുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റർമാര് അല്ലെങ്കിൽ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരാരും പാസ്റ്റർമാരുടെ മക്കളല്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇവിടെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച 36ഓളം എഞ്ചിനീയറാണ്, MBA പഠിച്ച പിള്ളേര് ദൈവാത്മ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പോവാം. നിങ്ങൾക്ക് അമേരിക്കയും കാനഡയും UK-യിലൊന്നും അല്ല, അവർ നോർത്ത് ഇന്ത്യയിൽ കയറ്റുമറയിലും പേപ്പറയിലും കിടക്കുന്നുണ്ട്. ഒന്നാം തരം കുടുംബത്തിൽ ജനിച്ച തലമുറകൾ, നല്ല വിദ്യാഭ്യാസമുള്ളവർ. അവർ അതുകൊണ്ട് നോർത്ത് ഇന്ത്യ കഷ്ടപ്പെടുന്നു. ഇന്ന് പകൽ ചരിത്രം വഴിമാറാൻ പോവാ, ചരിത്രം വഴിമാറാൻ പോവാ. നിന്റെ വേല ദൈവത്തിന്റെ വേലയാ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സത്യ, ദൈവത്തിന്റെ വിളി തന്നെ. പക്ഷെ നിന്റെ അപ്പന്റെ വേദന നീ ഇറങ്ങാതിരിക്കണ്ട. പക്ഷെ ഇന്ന് പകൽ അപ്പൻ ചെയ്യാത്ത ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അതുകൊണ്ട് ദൈവദാസന്മാർ അടുത്ത ദൂത്, നിങ്ങൾ ആരും എന്നോട് പിണങ്ങല്ലേ. പല ദൈവദാസന്മാർക്കും ജീവിതമില്ലാത്തതും ഇപ്പോൾ ഞാൻ കണ്ടു. അതും സ്റ്റേജിൽ ഭയങ്കര മിനിസ്ട്രിയാ, ഹല്ലേലൂയ. പക്ഷെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പല്ല് കളഞ്ഞില്ല. അതുകൊണ്ട് പാസ്റ്റർമാർ വളരെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല, പക്ഷെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒഫീഷ്യലായ അധികാരത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹമാവണം. വീട് കിട്ടും, കാറ് കിട്ടും, ഏക്കർ കണക്കിന് വസ്തു കിട്ടും, ലോട്ടറി അടിക്കും തന്നെ ദൂത്. നിന്റെ വിളക്കൊന്ന് പ്രകാശിക്കണം. പേരാമറ വിടുവിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്റെ വീട്ടിൽ നീ വിശുദ്ധനാവണം. വായിച്ചോളെ അതിന്റെ 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ എടുത്ത വാക്യത്തിന് വായിച്ച് 4:6. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് പ്രകാശിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ തേജസ് പ്രകാശിച്ചിരിക്കുന്നു. ഏതാ ദൈവത്തിന്റെ തേജസ്? ഇങ്ങോട്ട് നോക്കിയാ, ഇനി എന്നെ നോക്ക്. ദൈവത്തിന്റെ തേജസ് എവിടെ ഉണ്ട്? ഇങ്ങോട്ട് നോക്കിക്കേ, യേശുവിന്റെ കണ്ണിലോട്ട് നോക്കണം. എവിടെ നോക്കണം? എവിടെ നോക്കണം? യേശുവിന്റെ മുഖത്ത് നോക്കണം. അതാ നമ്മൾ വായിച്ചത്, യേശുവിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ്. യേശുവിന്റെ മുഖത്തോട് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തോ കാണാം? പറ, ദൈവത്തിന്റെ തേജസ് കാണാം. ആമേൻ, ആമേൻ. തീർന്നില്ല. ദൈവത്തിന്റെ തേജസ് മാത്രമല്ല, ദൈവത്തിലുള്ളതെല്ലാം യേശുവിന്റെ മുഖത്തുണ്ട്. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ച മക്കളെ. കൊലോസ്യ ലേഖനം 1:14. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അടുത്തത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. ഇനി അർത്ഥം എന്താ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ ആരാ? അവനാരാ? യേശു. അദൃശ്യനായ ദൈവം ആരാ? പിതാവ്. പിതാവിന്റെ പ്രതിമ. അതിനർത്ഥം എന്താ? പിതാവിനെ കണ്ടിട്ടില്ല, അദൃശ്യനായ ദൈവം. നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത പ്രകാശ വലയത്തിൽ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തെ കാണാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിന്റെ മുഖത്തോട്ട് നോക്കണം.
അതുകൊണ്ട് വാക്യം, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെ കാണാം? യേശുവിന്റെ മുഖത്ത് നോക്കണം. അദൃശ്യനായ ദൈവം, ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ എങ്ങനെ കാണാം? യേശുവിലൂടെ കാണാം. ഓക്കെ, ആരെ നോക്കണം? യേശുവിനെ നോക്കണം. 12:1 എബ്രായ ലേഖനം, വേഗം വായിക്കും. എബ്രായ ലേഖനം 12:1-2 വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഇനി എന്നെ നോക്കിയ മുറുകെ പറ്റുന്ന പാപം, അതിന്റെ ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ്, കുടുക്കുന്ന. മുറുകെ പറ്റുന്ന പാപം, കുടുക്ക്, കുരുക്ക്, കുരുങ്ങിക്കിടക്കുന്ന പാപം. എന്തോ പാപം? മുറുകെ പറ്റുന്ന, അതിന്റെ അർത്ഥം എന്താ? കുരുക്ക്, കുരുക്ക്, കുരുങ്ങിക്കിടക്കുന്ന പാപം. അതിന്റെ അർത്ഥം എന്നെ നോക്കിക്കേ, കുരുങ്ങിക്കിടക്കുന്ന പാപം പൊട്ടാൻ എന്റെ വ്യക്തിപരമായ ചിന്തയിൽ ഒരു ഫാസ്റ്റിംഗ് അനിവാര്യമാണ്. ശ്രദ്ധിച്ചോളൂ. ആമേൻ. നിനക്ക് ഏതെങ്കിലും പാപത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ അഡിക്ഷൻ സിന്നിനകത്തൊരു ദുരാത്മാവുണ്ട്. അഡിക്ഷൻ സിന്നതുണ്ട്, ദുരാത്മാവുണ്ട്. ഈ ദുരാത്മാവ് മാറണമെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് നീ ഉറപ്പായിട്ടിരുന്നേ പറ്റത്തുള്ളൂ. ആമേൻ. ദൈവം ഒരു മിസ്റ്ററി, ഒരു മർമ്മം ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കുരുക്ക്, കുടുങ്ങിക്കിടക്കുന്ന, മുറുകെ പറ്റുന്ന പാപം 4 ചുവരിനകത്ത് ആരും അറിയാതെ നിൽക്കുമ്പോൾ നിന്റെ ലൈഫിലുണ്ടായ പാപം. ഇനി കൂടുതൽ പറയണ്ടായ മനസ്സിലാക്കാം. പാപം അവരെ ഞാൻ കുറ്റപ്പെടുന്നു, അടിച്ച ആവശ്യം ചെയ്യുന്നില്ല. അവൻ അത് പുറത്തു വരാൻ പറ്റില്ല. അതിനുള്ള ഏക വഴി ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ്. ആമേൻ. എങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കണം? രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല, വൈകിട്ട് കഴിച്ചു ചിക്കൻ ബിരിയാണി, അതാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ 3 നേരവും കഴിക്കും. ആമേൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ 21 ഫാസ്റ്റിംഗ് ഇരുന്നു. നമ്മുടെ ചർച്ചയിൽ സകല പിള്ളേർ സെറ്റും ഫാസ്റ്റിംഗ് ചെയ്തു 21. പ്രൈസ് ഗോഡ്. ഇന്നത്തെ പിള്ളേർ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞു നോക്കി. ഇന്നത്തെ പിള്ളേരുടെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞു നോക്കിയേ. ഇതൊക്കെ എഴുതുന്നില്ല ആൻറ്റി, എഴുതാ വെരി ഗുഡ്. ഇതൊക്കെ എഴുതണ്ടി. ഫാസ്റ്റിംഗ് ബ്രാക്കറ്റിൽ 3 നേരം ഫുഡില്ല. നിന്റെ കുരുക്ക് മാറാൻ, നിന്റെ കുടുക്ക് മാറാൻ, നിന്നെ മുറുകെ പറ്റിയ, നിന്നെ പറ്റി പിടിപ്പിച്ചിരിക്കുന്ന ഹാബിറ്റ് സിന്നുകൾ, ഇങ്ങനെയുള്ള ശീലമാക്കിയ പാപങ്ങളെ പൊട്ടാനൊരു വഴി ഉപവാസം. ആമേൻ. ഇനി അടുത്തത് വായിച്ചോ മോളെ. മുറുകെ പറ്റുന്ന പാപവും ഉപവാസമാണ് വായിച്ചത്. താങ്ക് യു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തുന്നതുമായ യേശുവിനെ നോക്കുക. നിങ്ങളൊക്കെ വിശ്വാസത്തിന്റെ, ഞങ്ങളൊക്കെ എത്ര കേട്ട വാസ, നിങ്ങൾ കേൾക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ, അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താ? വിശ്വാസത്തിന്റെ നായകൻ. അതിനർത്ഥം എന്താ? ദൈവത്തോടുള്ള സകല വിശ്വാസവും വിശ്വസ്തയും കംപ്ലീറ്റ് ചെയ്തു. ആര്? യേശു. യേശു. ആമേൻ. വിശ്വസ്തത, പിതാവ് പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വസ്തത കംപ്ലീറ്റ് ചെയ്ത ലോകത്തിലെ ഏക യുഗപുരുഷൻ പേര് യേശു. ആമേൻ. ആമേൻ. അപ്പൊ എന്നെ നോക്കിക്കേ, യേശു കംപ്ലീറ്റ് ചെയ്തു എന്ത്? പിതാവിന്റെ ഇഷ്ടത്തെ. അപ്പൊ പിതാവിന്റെ ഇഷ്ടത്തെ കംപ്ലീറ്റ് ചെയ്ത, വിശ്വസ്തത പുലർത്തിയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ആമേൻ. എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. ഇനി എന്നെ നോക്കിയേ, എന്നെ നോക്കാം, നമുക്ക് യേശുവിനെ നോക്കാം. ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കാം. ഞാന് യേശുവിനെ നോക്കി. ഒരു ദിവസം എനിക്ക് കണ്ട ഒരു കാര്യം,
നോക്കി എനിക്ക് ഏകദേശം മനസ്സിലായി 3.5 വർഷത്തെ ലൈഫ് ഞാൻ നോക്കി. യേശുവിന്റെ 3.5 വർഷത്തെ ജീവിതം നോക്കി. ഓ, ലോകത്തിൽ ഇങ്ങനൊരു നായകനെ ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. 3.5 വർഷത്തെ ലൈഫ് നോക്കി ഇങ്ങനൊരു നായകനെ, ഇങ്ങനൊരു വിശ്വസ്തനെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ആമേൻ. ശമരിയാസിന് അടുത്ത് പോയി. അവിടെ ഭർത്താവ് എത്ര ഉണ്ടെന്ന് വ്യക്തമായ രീതിയിൽ പ്രവചിച്ചു. ദൂത് പറഞ്ഞു. അവളോടെ കുടുംബമല്ല യേശുവിനെ അറിഞ്ഞു. ആമേൻ. ആ പട്ടണം കർത്താവിലേക്ക് തിരിഞ്ഞു. ഇനി അടുത്ത ദൂത്, പിന്നെ യേശു അവളോട് ചാച്ചിയതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം. അമ്മേ, വ്യഭിചാരിയായ സ്ത്രീ വന്ന് യേശുവിന്റെ കാലയില് തൈലം പൂശി, അല്ലേ മനസ്സിലായി, തുവാല കൊണ്ട് അത് തുടച്ചു. അതിന്റെ കാലിന്റെ അവിടെ ചുംബിച്ചു. യേശുവിന്റെ കാലും വലിച്ചില്ല, രോമം പൊങ്ങിയില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ ആരും. ഒരു കുളിരും തോന്നിയില്ല. ശരിക്കും ചത്തതാ. ആമേൻ. ഞാൻ യേശുവോട് ചോദിച്ച ചോദ്യമാണ്, ഈ 3.5 വർഷം അനേക സ്ത്രീകളെ കണ്ടുമുട്ടി, അനേക പരീക്ഷന്മാരെ കണ്ടുമുട്ടി. പിശാച് നേരിട്ട് പറഞ്ഞു പണം തരാമെന്ന്, പിശാച് നേരിട്ട് പറഞ്ഞു ലോകം കാണിക്കാമെന്ന്. ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് എന്താ വീഴാഞ്ഞ്? കഴിഞ്ഞ 30 വർഷത്തെ ട്രെയിനിങ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഒരുത്തനെ ആദ്യം കിട്ടുമ്പോ സ്റ്റേജിൽ കേട്ടല്ല, അവനെ പണിഞ്ഞിട്ടേ കേട്ടാവും. പണിയാത്ത കുറയണമാണ് ഈ ഗോളം ഇങ്ങനെ ആക്കിയത്. ആമേൻ. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ലേ, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും ഇതിനെ കർത്താവ് വിളിച്ചാണെന്ന് പോലും. അയാൾക്ക് ഞാൻ ശ്രദ്ധ ചെയ്തപ്പം ഹല്ലേലൂയ, ഒരു പാസ നേഴ്സിംഗിന്റെ അഡ്മിഷന് കമ്മീഷൻ മേടിക്കുക. നേഴ്സിംഗിന്റെ അഡ്മിഷന് 3 കോളേജ്. എന്നിട്ട് എന്നോട് ചോദിച്ചു എത്ര രൂപ വേണമെന്ന്. ഞാൻ കുറച്ച് പാസം തരാം, പാസ് ചർച്ചയുള്ള കുഞ്ഞുങ്ങളെ വിടാൻ. ഞാൻ പാസ് ഇപ്പൊ സഭയൊക്കെ എന്നോട് എടുത്തോ പുള്ളി പറയേ, സഭയൊക്കെ നടന്നിട്ട് എന്തോ വരുമാനം കിട്ടാണ് പാസ്. സഭ നടത്തിട്ട് എന്നാ വരുമാനം കിട്ടാണ്? അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു പാസേ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിന് ഇറങ്ങേണ്ട കാര്യമില്ല, ജോലി ചെയ്തു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ജോലി ചെയ്തോ, ഒരു ഓട്ടോ ഓടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾ റബ്ബർ വെട്ടിക്കോ, എന്നാ കുഴപ്പം? എല്ലാ ജോലിക്കും അഭിമാനമില്ലേ? ഒരു കുഴപ്പമില്ല. ആമേൻ, ആമേൻ. ഈ പാവങ്ങളെ പിന്നെ 8 ലക്ഷം രൂപ ഫീസ് എന്ന് വെച്ചിട്ട് 10ഉം 12 കൂട്ടി മേടിച്ചിട്ട് 4 ലക്ഷം രൂപ നീ എക്സ്ട്രാ മേടിക്കുമ്പോ നീ ദൈവത്തോടും ദൈവസഭയോടും മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളോട് നീ അനുതി ചെയ്യുക. ഓൾറെഡി പൊന്നോ എല്ലാരും കേട്ട് കാണാം. സന്തോഷമുണ്ടേ. സ്തോത്രം. ഓക്കെ. 42 ഹൈന്ദവ വിശ്വാസത്തിനുള്ള കുഞ്ഞുങ്ങളെ പോലും വളർത്തിച്ചു. അവനാ പാസ്റ്റർ. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു വിദേശം എഴുതുമ്പോൾ ഞാൻ കുറച്ച് പൈസ ഒരു പാസ്റ്ററെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് അയച്ചേക്കണമെന്ന്. അഡ്രസ്സും ഇല്ല, പാസും ഇല്ല, ഫോൺ നമ്പറും ഇല്ല, പൈസയും പോയി. സ്തോത്രം. പണിയപ്പെട്ടിട്ടില്ല പ്രിയരെ, ഇതൊന്നും പണിയപ്പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ബൈബിള് കള്ളം പറയത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് എനിക്ക് നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്. ഞാൻ സ്നേഹം കൊണ്ട് പറയുക. സ്തോത്രം. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരത്തില്ല. ദാവീദ് പറയുന്നു, ഞാൻ കണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ കണ്ട